വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ എട്ടാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തിയതോടെ പ്രദേശത്തെ തിരച്ചിൽ നടപടികൾ ഔദ്യോഗികമായി അവസാനിച്ചു. ദുരന്തത്തിന്റെ 6ാം ദിനമായ ഇന്ന് നടത്തിയ വിപുലമായ തിരച്ചിലിനൊടുവിൽ കൺസ്ട്രക്ഷൻ മാനേജരും ഹിമാചൽ പ്രദേശ് സ്വദേശിയുമായ വിക്രം റാണയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലായിരുന്ന കുഞ്ചുവും 250 സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും NDRF സംഘവും ചേർന്നാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിനിടെ കെടാവർനായ നൽകിയ കൃത്യമായ സൂചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്താനായത്. അപകടം നടന്ന മീനാക്ഷി പാലത്തിൽ നിന്നും ഏകദേശം 100 മുതൽ 150 മീറ്റർ മാറി താഴെ പുഴയോട് ചേർന്ന ഏലത്തോട്ടത്തിലെ കുളത്തിലായിരുന്നു വിക്രം റാണയുടെ മൃതദേഹമുണ്ടായിരുന്നത്. ഒലിച്ചുവന്ന ഇരുമ്പ് പൈപ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം 1.5 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടം എംബാം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ജന്മനാടായ ഹിമാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോകും. വിക്രം റാണയുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ കള്ളാടി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആകെ എണ്ണം 8ആയി സ്ഥിരീകരിച്ചു. അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ അടിയന്തര നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ് അറിയിച്ചു. ധനസഹായത്തിന്റെ വിവരങ്ങൾ താഴെ നൽകുന്നു. കമ്പനി ജീവനക്കാരായ 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം. കരാർ തൊഴിലാളിയായ അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ. പരിക്കേറ്റ 6 പേർക്ക് 2.5 ലക്ഷം രൂപ വീതം. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 3 പേർക്ക് 2.5 ലക്ഷം രൂപയേക്കാൾ ഉയർന്ന തുക നൽകാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർ നടപടികളും ഗതാഗത ക്രമീകരണവും പ്രദേശത്ത് വലിയ ഭീഷണിയായി തുടരുന്ന മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്യാൻ ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി ടി. സിദ്ദിഖ് മണ്ണ് മാറ്റുന്നതിനായി രൂപീകരിച്ച വിദഗ്ധ സമിതി ഉടൻ സ്ഥലത്തെത്തും. എന്നാൽ ഇത്രയധികം മണ്ണ് നീക്കം ചെയ്ത് മാറ്റാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പുഴയിൽ നിറഞ്ഞ ഇരുമ്പ് അവശിഷ്ടങ്ങളും കല്ലും മണ്ണും ഉടൻ തന്നെ മാറ്റാനാണ് അധികൃതരുടെ നീക്കം. സ്കൂളുകളടക്കമുള്ള അവശ്യ സർവീസുകൾക്കായുള്ള വാഹനഗതാഗതം നിലവിൽ മീനാക്ഷി പാലത്തിലൂടെ അനുവദിക്കും. ഈ പാലത്തിന്റെ ബലക്ഷയം കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.